നമ്മൾ ആദ്യം തിയറിയൊക്കെ നന്നായിട്ട് പഠിക്കുക, ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്ന കാര്യങ്ങളെല്ലാം വായിക്കുക. അതെല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് പതിയെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കണം. കാരണം ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക നമ്മൾ എന്തൊക്കെ പഠിച്ചു പഠിച്ചില്ല എന്നറിയുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം തിയറിയെല്ലാം നന്നായി പഠിച്ച ശേഷം വേണം ഈ സെഷനിലേക്ക് നിങ്ങൾ വരാൻ. വന്നിട്ട് പതിയെ ഓരോരോ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. എന്നിട്ട് ഞാൻ പറയുന്ന ആൻസറുമായിട്ട് നിങ്ങൾ ചിന്തിക്കുന്ന ആൻസറുമായിട്ട് മാച്ചിങ് ആണോ എന്ന് നോക്കുക. അത് രണ്ടും കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പഠിച്ചോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് പതിയെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഓരോരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട തിയറി ഒന്നുകൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ല ക്ലാരിറ്റി വരും. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പോകാം. ആ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. ശരിക്കും നമുക്ക് എൻട്രൻസിനൊക്കെ എപ്പോഴും ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യനൊക്കെയാണ്. അതുകൊണ്ടാണ് ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻ തന്നേക്കണേ. നിങ്ങൾക്ക് ചിന്തിക്കാനൊരു അവസരം കൂടെ തരും. അപ്പോൾ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. ആദ്യത്തെ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എ മാറ്റർ. മാറ്റർ ഏതാണെന്നാണ് ചോദിച്ചത്. എന്താ മാറ്റർ എന്ന് പറഞ്ഞാൽ വിച്ച് റിക്വയർസ് സം സ്പേസ് ടു ഒക്കുപ്പൈ ആൻഡ് വിച്ച് ഹാസ് സം ഡെഫിനറ്റ് മാസ്. മാസ് ഉള്ളതും ഒക്കുപ്പൈ ചെയ്യാൻ സ്പേസ് ആവശ്യമായിട്ടുള്ളത് ഏതാണോ അതിനാണ് മാറ്റർ എന്ന് വിളിക്കുക. അപ്പോൾ മാറ്റർ അല്ലാതെ നമ്മുടെ ചുറ്റുപാടുള്ളത് എനർജിയാണ്. അപ്പോൾ ഓരോന്നിനെയും നമുക്ക് നോക്കാം. ലൈറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. ലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് എനർജിയാണ്. Sound is also a form of energy. Water is a matter. Water എന്ന് പറയുന്നത് മാറ്റർ ആണ്. അതിന് ഒക്കുപ്പൈ ചെയ്യാൻ സ്പേസ് ആവശ്യമാണ്. അതിന് മാസ് ഉണ്ട്. ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. അപ്പോൾ എനർജിയാണ്. അതുകൊണ്ട് നമുക്ക് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? വാട്ടർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ സോളിഡ് സബ്സ്റ്റൻസ് അറ്റ് റൂം ടെമ്പറേച്ചർ. നമ്മൾ മേജറായിട്ടും 3 തരം ഫിസിക്കൽ സ്റ്റേറ്റുകളാണ് ഉള്ളത്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. സോളിഡിലെ പാർട്ടിക്കിൾസ് വളരെ ക്ലോസർ ആണ്. ലിക്വിഡ്സിലെ പാർട്ടിക്കിൾസ് കുറച്ചുകൂടെ അകലെയാണ്. ഗ്യാസിലെ പാർട്ടിക്കിൾസ് വളരെ അകലെയാണ്. സോളിഡ്സിലെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടുതലാണ്. ലിക്വിഡിൽ റിലേറ്റീവ്ലി കുറവാണ്. ഗ്യാസസിൽ വളരെ കുറവാണ്. ഇനി ഇവരെ തമ്മിൽ ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് നമുക്ക് മാറാൻ പറ്റും. സാധാരണ റൂം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ടെമ്പറേച്ചർ, കെമിസ്ട്രിയിൽ പറയുമ്പോൾ, സയൻസിൽ പറയുമ്പോൾ 25 ഡിഗ്രി സെൽഷ്യസ്. അതാണ് റൂം ടെമ്പറേച്ചർ. കാരണം പല സ്ഥലത്തും റൂം ടെമ്പറേച്ചർ പലതായിരിക്കും. അപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്യുന്നത് റൂം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 25 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ എയർ എന്ന് പറഞ്ഞത് റൂം ടെമ്പറേച്ചറിൽ സാധാരണ അറ്റ്മോസ്ഫിയർ കണ്ടീഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എയർ എന്ന് പറഞ്ഞ ഒരു ഗ്യാസാണ്. എയർ ഈസ് എ ഗേഷ്യസ് സബ്സ്റ്റൻസ്, ഗ്യാസാണ്. സോയിൽ ഈസ് എ സോളിഡ് സബ്സ്റ്റൻസ്. സോയിൽ എന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. നമ്മുടെ മണ്ണ് എന്ന് പറഞ്ഞാൽ സോയിൽ എന്ന് പറയുന്നത് സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. ദെൻ വാട്ടർ ഈസ് എ ലിക്വിഡ്. വാട്ടർ എന്ന് പറയുന്നത് ലിക്വിഡ് ആണ്. കാർബൺ ഡയോക്സൈഡ് ഈസ് ഓൾസോ ഗ്യാസ്. അപ്പോൾ റൂം ടെമ്പറേച്ചറിൽ സോളിഡ് ആയിട്ടുള്ളത് ആരാണ്? സോയിലാണ്. സോയിൽ എന്ന് പറഞ്ഞാൽ മണ്ണാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് മാക്സിമം ഇൻ സോളിഡ്സില്. പാർട്ടിക്കിൾസ് വളരെ ക്ലോസ്ലി പാക്ഡ് ആണ്, അടുത്താണ് വെച്ചേക്കണേ, വളരെ അടുത്താണ് വെച്ചേക്കണേ. ലിക്വിഡിലേക്ക് വരുമ്പോൾ കുറച്ച് അകലെയാണ് വെച്ചേക്കണേ. ഗ്യാസസിലേക്ക് വരുമ്പോൾ വളരെ അകലെയാണ്. ഗ്യാസസിലേക്ക് വരുമ്പോൾ വളരെ അകലെയായിട്ടാണ് പ്ലേസ് ചെയ്തേക്കണേ. ഗ്യാസസ്, ലിക്വിഡ്സ്, പിന്നെ ആരാണ്? സോളിഡ്സ്. ഓരോന്നും വച്ചേക്കണേ. നമുക്ക് ഡിസ്റ്റൻസ് നോക്കി അറിയാൻ പറ്റും. സോളിഡ്സിൽ വളരെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വെരി ഹൈ ആണ്. ഹൈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. സ്പേസിങ് വളരെ കുറവാണ്. ഇവിടെ ഇൻ ബിറ്റ്വീൻ ആണ്. ഗ്യാസിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലാണ്. സോളിഡിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കുറവാണ്. ഇൻ ബിറ്റ്വീൻ ആണ്. ദെൻ ഇവിടെ നോക്കുകയാണെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞത് വളരെ ലോ ആണ്. ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ്. ഡിസ്റ്റൻസ് ഈസ് ഹൈ. നമ്മളോട് ചോദിച്ചേക്കണത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ മാക്സിമം ഉള്ള ഏതാന്നാ ചോദിച്ചിരിക്കുന്നത്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ മാക്സിമം ഉള്ളത് ഇതിലാണ്, സോളിഡ് ആയിട്ടുള്ള ഫോംസിലാണ്. അടുത്ത്, ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് സോളിഡ്. സോളിഡിനെ കുറിച്ച് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഡെഫിനിറ്റ് മാസ് ഉണ്ട്, വ്യക്തമായ മാസ് ഉണ്ട്. ഏത് സോളിഡ് എടുത്തു നോക്കിയാലും അതിന് ഡെഫിനറ്റ് ആയിട്ടുള്ള മാസ് ഉണ്ട്, കൃത്യമായിട്ടുള്ള മാസ് ഉണ്ട്. നമുക്കത് വെയ് ചെയ്ത് നോക്കിയാൽ ഇത്ര കിലോഗ്രാം അല്ലെങ്കിൽ ഇത്ര ഗ്രാം, ഇത്ര മില്ലിഗ്രാം എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. അതിന് മാസ് ഉണ്ട്, ഡെഫിനിറ്റ് മാസ് ഉണ്ട്. സോളിഡിനാണെങ്കിലും ലിക്വിഡിനാണെങ്കിലും ഗ്യാസിനാണെങ്കിലും ഡെഫിനറ്റ് ആയിട്ടുള്ള മാസ് ഉണ്ട്. ഡെഫിനറ്റ് ഷേപ്പ്, സോളിഡിന് ഡെഫിനറ്റ് ആയിട്ടുള്ള ഷേപ്പ് ഉണ്ട്. ലിക്വിഡിന് കണ്ടെയ്നറിന്റെ ഷേപ്പാണ്. ഏത് കണ്ടെയ്നറിലാണോ വച്ചേക്കണേ ആ ഷേപ്പിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുക. ഇനി അടുത്ത്, ഇന്റർമോളിക്കുലർ സ്പേസിംഗ് ഈസ് ലെസ്. ഇന്റർമോളിക്കുലർ സ്പേസിംഗ് വളരെ കുറവാണ്. പാർട്ടിക്കിൾസ് വളരെ അടുത്താണ് സോളിഡ്സിൽ വെച്ചേക്കണേ. ഇന്റർമോളിക്കുലർ സ്പേസിംഗ് വളരെ കുറവാണ്. പാർട്ടിക്കിൾസ് തമ്മിലുള്ള സ്പേസിംഗ് വളരെ കുറവാണ്. അതിലുള്ള പാർട്ടിക്കിൾസിനെ വിളിക്കുന്ന പേരാണ് മോളിക്യൂൾസ്.
അപ്പോൾ മോളിക്യൂൾസ് തമ്മിലുള്ള സ്പേസിങ് വളരെ കുറവാണ്. ലോ ഡെൻസിറ്റി അല്ല, പൊതുവേ ജനറലി സോളിഡ്സിനെല്ലാം ഹൈ ഡെൻസിറ്റി ആണുള്ളത്. റിലേറ്റീവ്ലി ഹൈ ഡെൻസിറ്റിയാണ്. ഡെൻസിറ്റി കൂടുതലുള്ളതുകൊണ്ട് വെള്ളത്തിലിട്ടാൽ ഏത് സോളിഡ് ഇട്ടാലും താഴേക്ക് പോകും. അങ്ങനെ അല്ലാത്ത കേസുകളുണ്ട്, ഐസ് പോലുള്ള സോളിഡ്സ്, അത് എക്സെപ്ഷൻസാണ്. അല്ലാതെ സാധാരണ ജനറലി ഏത് സോളിഡ് വെള്ളത്തിലേക്ക് ഇട്ടാലും അത് താഴ്ന്നു പോകും, പ്യുവർ സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ്. അപ്പോൾ സോളിഡിന് ഡെൻസിറ്റി റിലേറ്റീവ്ലി ഹൈയാ കമ്പയർ ടു ഗ്യാസ് ഓർ ലിക്വിഡ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് സോളിഡ്. അടുത്ത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് വാട്ടർ. വാട്ടറിനെ കുറിച്ച് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഇറ്റ് ക്യാൻ ഫ്ലോ, വെള്ളത്തിന് ഒഴുകാൻ സാധിക്കും. ഒഴുകാൻ സാധിക്കും, വെള്ളത്തിന് ഒഴുകാൻ പറ്റുന്നതുകൊണ്ടാണല്ലോ നമ്മുടെ ചുറ്റുപാടുമൊക്കെ ഒഴുകണത്, കാണുന്നത്, നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ്. ഗ്യാസസിനും ലിക്വിഡ്സിനും ഫ്ലോ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് അവരെ വിളിക്കുന്ന പേരാണ് ഫ്ലൂയിഡ്സ് എന്ന് വിളിക്കും. സോഡിയം ക്ലോറൈഡ് ഈസ് സൊല്യൂബിൾ ഇൻ ഇറ്റ്. ഉപ്പെടുത്താൽ സോഡിയം ക്ലോറൈഡ്, ഉപ്പ്, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഉപ്പ് വെള്ളത്തിൽ ഡിസോൾവ് ആകും, സൊല്യൂബിൾ ആകും, ഡിസോൾവ് ആകും. അത് കറക്റ്റാണ്. ദെൻ ഇറ്റ് ഓൺ ഹീറ്റിംഗ് ഇറ്റ് ഇവാപ്പറേറ്റ്. ഇത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവാപ്പറേറ്റ് ചെയ്യും. ലിക്വിഡ് ആയിട്ടുള്ള വാട്ടറിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേപ്പറൈസ് ചെയ്ത് വാട്ടർ വേപ്പറായിട്ട് മാറും. അപ്പോൾ ഇവാപ്പറേറ്റ് ചെയ്യാൻ പറ്റും, ഇവാപ്പറേഷൻ നടക്കും എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ സ്റ്റേറ്റ്മെന്റ്സും എന്താണ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് വാട്ടർ. പറഞ്ഞ എല്ലാ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അപ്പോൾ ഇതിൽ ഈ ആൻസർ ശരിയല്ലേ? അതെ. ഈ ആൻസർ ശരിയല്ലേ? അതെ. ഈ ആൻസർ ശരിയല്ലേ? അതെ. പക്ഷേ റിലേറ്റീവ്ലി മോർ കറക്റ്റ് ആൻസർ ഇതാണ്. കാരണം എല്ലാം ശരിയാവുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആൻസർ ആണ് തിരഞ്ഞെടുക്കേണ്ടത്. ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നമ്മൾ തന്നിരിക്കുന്ന ആൻസേഴ്സിലെ ഏറ്റവും നല്ല ആൻസർ ആണ് തിരഞ്ഞെടുക്കേണ്ടത്. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ആൻസേഴ്സ് കണ്ടേക്കാം. അപ്പോൾ അതിൽ ഏറ്റവും നല്ല ആൻസർ ആണ് തിരഞ്ഞെടുക്കേണ്ടത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിന്റെ നിങ്ങൾ പഠിക്കേണ്ട ആദ്യത്തെ പാഠം അത് തന്നെയാണ്. ആദ്യത്തെ കാര്യം നിങ്ങൾ അത് തന്നെയാണ് പഠിക്കേണ്ടത്. ഏറ്റവും തന്നിരിക്കുന്നതിൽ ഏറ്റവും കറക്റ്റായിട്ടുള്ള ഏറ്റവും നല്ല ആൻസർ ഏതാണോ അതാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ആൻസറാണ്, അതിൽ ഏറ്റവും നല്ല ആൻസർ എല്ലാം ശരിയാണെന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിന്റെ ആൻസർ ഏതാ വരുള്ളൂ? DA വരുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വെൻ പൊട്ടാസ്യം പെർമാംഗനേറ്റ്, പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ നമ്മൾ എഴുതുകയാണെങ്കിൽ, കെമിസ്ട്രിയിൽ എഴുതുകയാണെങ്കിൽ KMnO4 എന്ന് എഴുതും. പതിയെ പതിയെ പഠിക്കും. നമ്മൾ ഹയർ ലെവൽസിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എഴുതുക, KMnO4, പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഡിസോൾവ്സ് ഇൻ വാട്ടർ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ എ കളേർഡ് സൊല്യൂഷൻ ഇസ് ഒബ്റ്റെയിൻ. പൊട്ടാസ്യം പെർമാംഗനേറ്റിന് കളറുണ്ട്, അത് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ കളേർഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് കിട്ടുക. പിങ്ക് കളർന്നോ വയലറ്റ് കളർന്നോ ഒക്കെ പറയാൻ പറ്റും. ആ തരത്തിലുള്ള കളറാണ് കിട്ടുക. ഇറ്റ് ഈസ് എ കളർലെസ് സൊല്യൂഷൻ ഇസ് ഒബ്റ്റെയിൻ. അത് തെറ്റാണ്. ദെൻ ഇറ്റ് ഈസ് ഇൻസൊല്യൂബിൾ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്താൽ സൊല്യൂബിൾ ആകും. നമ്മൾ ആക്ടിവിറ്റീസിൽ പഠിച്ചാണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്താൽ അത് ഡിസോൾവ് ആകും. അതിൻ്റെ അകത്തേക്ക് നമുക്ക് കളേർഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കിട്ടും. അപ്പോൾ ഈ പറഞ്ഞേക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇറ്റ് ഈസ് എ കളേർഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ശരിയാണ്. കളർലെസ് സൊല്യൂഷൻ ഈസ് ഒബ്റ്റെയിൻ തെറ്റാണ്. ഇറ്റ് ഈസ് ഇൻസൊല്യൂബിൾ തെറ്റാണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് റിയാക്ട് വിത്ത് വാട്ടർ, വാട്ടറുമായിട്ട് റിയാക്ട് ഒന്നും ചെയ്യില്ല. റിയാക്ഷൻ നടത്തി ഒരു പുതിയ കോമ്പൗണ്ടിനെ അല്ല തരിക, അതിൻ്റെ അകത്ത് ഡിസോൾവ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ഏതാണ്? കളേർഡ് സൊല്യൂഷൻ ഈസ് ഒബ്റ്റെയിൻ എന്ന് പറയുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഡിസോൾവ്സ് ഇൻ വാട്ടർ. വെൻ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഡിസോൾവ്സ് ഇൻ വാട്ടർ, ആ ഡിസോൾവ്സ് ഇൻ വാട്ടർ എന്ന് പറയുമ്പോൾ തന്നെ ഇൻസൊല്യൂബിൾ എന്ന് പറഞ്ഞത് തെറ്റാണ്. ദെൻ കളർലെസ് സൊല്യൂഷൻ ഈസ് ഒബ്റ്റെയിൻ, അതും തെറ്റാണ്. കളേർഡ് ആയിട്ടുള്ള സൊല്യൂഷനാണ് കിട്ടുക. പക്ഷെ ഉപ്പ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്താൽ കളർലെസ് സൊല്യൂഷനാണ് കിട്ടുക. കാരണം ഉപ്പിന് കളറില്ല. പഞ്ചസാര, ഷുഗർ, അത് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്താൽ കളർലെസ് സൊല്യൂഷനാണ് കിട്ടുക. കാരണം അതിനും കളറില്ല. കളറുള്ള സാധനങ്ങൾ ആഡ് ചെയ്യുമ്പോൾ മിക്കപ്പോഴും കളേർഡ് ആയിട്ടുള്ള സൊല്യൂഷൻസാണ് കിട്ടുക. കാരണം അതിൻ്റെ പാർട്ടിക്കിൾസ് അതിൻ്റെ ഇടയിലേക്ക് പോയി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആ കളറിനെ കൊടുക്കുക ചെയ്യുന്നത്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിന് ഏതൊക്കെ യൂണിറ്റ് ഉണ്ട്? ടെമ്പറേച്ചറിന് 3 യൂണിറ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് കെൽവിൻ, 2 ഡിഗ്രി സെൽഷ്യസ്, അടുത്ത ഡിഗ്രി ഇൻ ഫാരൻഹീറ്റ്. ഇതിലേതെങ്കിലും ആണോ നോക്കുക. മീറ്റർ അല്ല, കെൽവിൻ ശരിയാണ്. കിലോഗ്രാം, പാസ്കൽ. അപ്പോൾ മീറ്റർ എന്ന് പറഞ്ഞാൽ ലെങ്ത്തിന്റെ യൂണിറ്റാ. എന്തിന്റെ യൂണിറ്റാണ്? ലെങ്ത്തിന്റെ യൂണിറ്റാ. ഇത്ര മീറ്റർ ഉണ്ട്, ഇത്ര കിലോമീറ്റർ ഉണ്ട്. ചെറിയ സാധനങ്ങളിലാകുമ്പോൾ മീറ്റർ അല്ലെങ്കിൽ സെന്റിമീറ്റർ പറയുക. വലിയ ദൂരമൊക്കെ ആകുമ്പോൾ കിലോമീറ്റർ എന്നാ പറയുക. പിന്നെ പറയുന്ന മറ്റൊരു യൂണിറ്റ് ആണ് ഡിസ്റ്റൻസിന് മൈൽസ് പറയായിരുന്നു പണ്ടൊക്കെ. ഇപ്പം അത് മൈൽസ് പറയാറില്ല, കിലോമീറ്റർ എന്നാണ് പറയുക. ചെറിയ സാധനങ്ങളാണെങ്കിൽ സെന്റിമീറ്റർ, അല്ലെങ്കിൽ വളരെ ചെറുതാണെങ്കിൽ മില്ലിമീറ്റർ എന്നൊക്കെയാണ് പറയുക. മീറ്റർ എന്ന് പറയുന്നത് ലെങ്തിന്റെ യൂണിറ്റ് ആണ്. അടുത്ത കിലോഗ്രാം മാസിന്റെ യൂണിറ്റ് ആണ്, വെയ് ചെയ്യുന്ന സാധനത്തിന്റെ. പഞ്ചസാര 1 കിലോ 2 കിലോ എന്നാ പറയുക. ഓരോ സാധനങ്ങൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ കിലോ ആയിട്ട് പറയുക.
അല്ലെങ്കിൽ ഗ്രാം, കിലോഗ്രാം അല്ലെങ്കിൽ ഗ്രാമിലൊക്കെ മേടിക്കുക. ചെറിയ സാധനങ്ങളല്ലെങ്കിൽ ഗ്രാമിലാണ് മേടിക്കുക. അപ്പോൾ അതെല്ലാം മാസ്, വെയിറ്റിൻ്റെ യൂണിറ്റാണ്. അടുത്ത് പാസ്കൽ. പാസ്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷറിൻ്റെ യൂണിറ്റ്. അത്ര ഫെമിലിയർ ആവില്ല. പ്രഷറിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്കൽ ഉണ്ട്, അറ്റ്മോസ്ഫിയർ ഉണ്ട്, സെൻറ്റിമീറ്റർ ഓഫ് മെർക്കുറി ഉണ്ട്, മില്ലിമീറ്റർ ഓഫ് മെർക്കുറി ഉണ്ട്, ബാർ ഉണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള യൂണിറ്റുകളുണ്ട്. ഹയർ ക്ലാസ്സസിൽ അത് പഠിക്കുക. ഞാൻ വെറുതെ പറഞ്ഞു മാത്രം. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാണ്? കെൽവിൻ ഈസ് എ യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിന് 3 യൂണിറ്റുകളുണ്ട്: കെൽവിൻ, ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ്. അതിൽ നമുക്ക് തന്നേക്കുന്ന ആൻസർ കെൽവിൻ ആണ്. അടുത്ത സിമ്പൽ ഓഫ് ന്യൂട്ടൺ. ന്യൂട്ടന്റെ സിമ്പൽ. ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എന്തിന്റെ യൂണിറ്റാ? ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ. ന്യൂട്ടന്റെ സിമ്പൽ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എൻ ആണ്. ക്യാപിറ്റൽ എൻ ആണ്. ക്യാപിറ്റൽ എൻ ആണ് ഇതിന്റെ യൂണിറ്റ്. ന്യൂട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സിന്റെ യൂണിറ്റ് ആണ്. ഈ യൂണിറ്റിന്റെ സിമ്പല് ക്യാപിറ്റൽ എൻ ആണ്. അടുത്ത യൂണിറ്റ് ഓഫ് വോളിയം ഈസ്. വോളിയത്തിന്റെ യൂണിറ്റ് എന്താ? വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വോളിയം ഈസ് എ സ്പേസ് ഒക്കുപ്പൈഡ് ബൈ എ സബ്സ്റ്റൻസ്. അതായത് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ലെങ്ത്, ബ്രെഡ്ത്ത് ഇത്ര എടുത്തു കഴിഞ്ഞാൽ ഏരിയവും. ഇനി അതിന് ഹൈറ്റും കൂടി കൊടുത്തു കഴിഞ്ഞാലാണ് എന്ത് സംഭവിക്കുക? ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് 3ഉം കൂടെ കൊടുത്തു കഴിഞ്ഞാലാണ് വോളിയം എന്ന് പറയുക. ലെങ്തും ബ്രെഡ്ത്തും മാത്രമേ ഉള്ളെങ്കിൽ അതിന് ഏരിയ എന്ന് പറയും. ഹൈറ്റും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക? വോളിയം എന്ന് പറയും. വോളിയം ആകുമ്പോൾ എന്തായിരിക്കും യൂണിറ്റ്? നമുക്ക് നോക്കാം. ലെങ്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. അടുത്ത ലെങ്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. അടുത്ത ലെങ്തിൻ്റെ യൂണിറ്റ് ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് 3ന്റെ യൂണിറ്റ് മീറ്റർ ആണ്. അപ്പോൾ മീറ്റർ ഇൻറ്റു മീറ്റർ. അപ്പോൾ ഏരിയയുടെ യൂണിറ്റ് ചോദിച്ചാൽ എന്തായിരിക്കും? ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആയിരിക്കും. വോളിയത്തിൻ്റെ യൂണിറ്റ് നോക്കുകയാണെങ്കിൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുക? ലെങ്തും ബ്രെഡ്ത്തും മാത്രമേ ഉള്ളൂ. അപ്പോൾ മീറ്റർ ഇൻറ്റു മീറ്റർ, മീറ്റർ സ്ക്വയർ. ഇനി ഹൈറ്റും കൂടി ആകുമ്പോൾ എന്തായിരിക്കും? ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് മീറ്റർ ഇൻറ്റു മീറ്റർ ഇൻറ്റു മീറ്റർ. അപ്പോൾ മീറ്റർ ഇൻറ്റു മീറ്റർ ഇൻറ്റു മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയത്തിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? മീറ്റർ ക്യൂബ്. മീറ്റർ ഇൻറ്റു മീറ്റർ ഇൻറ്റു മീറ്റർ, മീറ്റർ ക്യൂബ്. അല്ലെങ്കിൽ പറയാവുന്ന മറ്റൊരു യൂണിറ്റാണ് സെന്റിമീറ്റർ ക്യൂബ്. മീറ്റർ ക്യൂബ് എന്ന് പറയാം. സെന്റിമീറ്റർ എടുക്കാം ലെങ്തിന്. സെന്റിമീറ്റർ, സെന്റിമീറ്റർ, സെന്റിമീറ്റർ. അപ്പോൾ സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയും. ഒരു സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നതാണ് ഒരു ml എന്ന് പറയുന്നത്. ഒരു സെന്റിമീറ്റർ ക്യൂബാണ് ഒരു ml എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കണക്ഷൻസ് ഉണ്ട്, പരസ്പരം കണക്ഷൻ. അപ്പോൾ മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ ലിറ്റർ, ml എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മില്ലി ലിറ്റർ. ലിറ്റർ എന്ന് പറയുന്നത് വോളിയത്തിൻ്റെ യൂണിറ്റാണ്. ഒന്നും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. കൊടുത്തേക്കണേൽ ഏതാണുള്ളത്? എം സ്ക്വയർ ഉണ്ട്, അത് ഏരിയയുടെ യൂണിറ്റാണ്. സെന്റിമീറ്റർ സ്ക്വയർ ഉണ്ട്, അതും ഏരിയയുടെ യൂണിറ്റാണ്. മീറ്റർ ക്യൂബ് ഉണ്ട്, അത് വോളിയത്തിൻ്റെ യൂണിറ്റാണ്. മീറ്റർ അത് ലെങ്തിൻ്റെ യൂണിറ്റാണ്. തന്നേക്കണ ഓപ്ഷനിൽ നിന്ന് വേണം തിരഞ്ഞെടുക്കാൻ. ഓപ്ഷനിൽ ഇല്ലാത്തതൊന്നും നമുക്ക് പറയാൻ അവകാശമില്ല. എന്നാലും ഇതൊക്കെ ഇങ്ങനെയൊക്കെ യൂണിറ്റുകൾ ഉണ്ട് എന്ന് ഇതിൻ്റെ കൊടുത്ത് പറയുക. ഇത് മനസ്സിലാക്കുക, കാര്യം മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ദ വാല്യൂ ഓഫ് 25 ഡിഗ്രി സെൽഷ്യസ് ഇൻ കെൽവിൻ സ്കെയിൽ. നമുക്ക് എങ്ങനെ കെൽവിൻ സ്കെയിലിനെ ടെമ്പറേച്ചർ ഉള്ള കെൽവിൻ സ്കെയിലിലേക്ക് എങ്ങനെ മാറ്റാം? നമുക്ക് പല യൂണിറ്റുകളുണ്ട്. ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 + 273 അത്രയും കെൽവിനാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 273 കെൽവിനാ. ഇനിയിപ്പോ 5 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ 5 + 273 ദാറ്റ് മച്ച് കെൽവിനാ. അപ്പോൾ എത്ര കിട്ടുക? 278 കെൽവിനാ. എത്രയാണോ ഡിഗ്രി സെൽഷ്യസ് അതിൻ്റെ കൂട്ടത്തിൽ എത്ര ആഡ് ചെയ്യുക? 273 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കെൽവിനിലേക്ക് മാറ്റാൻ പറ്റും. ഇവിടെ തന്നേക്കുന്നത് എത്രയാണ്? 25 ഡിഗ്രി സെൽഷ്യസാ. അപ്പോൾ 25 + 273 ദാറ്റ് മച്ച് കെൽവിൻ is equal to 298 കെൽവിൻ. 298 കെൽവിൻ. 298 കെൽവിൻ. ഇതാണ് കറക്റ്റ് ആൻസർ. ഏതാണോ ഡിഗ്രി സെൽഷ്യസിൽ തന്നത് അതിൻ്റെ കൂട്ടത്തിൽ എത്ര ആഡ് ചെയ്യുക? 273 ആഡ് ചെയ്യുക. 273 ആഡ് ചെയ്യുക. 273 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കെൽവിനിൽ കിട്ടും. തിരിച്ച് കെൽവിനിൽ നിന്ന് ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റണമെങ്കിൽ 273 സബ്സ്ട്രാക്ട് ചെയ്യുക, മൈനസ് ചെയ്യുക. തന്നേക്കണ വാല്യൂവിൽ നിന്നും 273 മൈനസ് ചെയ്യുക. അപ്പം നമുക്ക് ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റാൻ പറ്റും. അതേപോലെ ഡിഗ്രി സെൽഷ്യസ് നിന്ന് കഴിഞ്ഞാൽ ഫാരൻഹീറ്റിലേക്ക് മാറ്റാൻ ഡിഗ്രി സെൽഷ്യസിൽ തന്ന വാല്യൂവിനെ 9/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 32 ആഡ് ചെയ്ത് 9/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എത്ര ആഡ് ചെയ്യുക? 32 ആഡ് ചെയ്യുക. ഡിഗ്രി സെൽഷ്യസിൽ തന്ന വാല്യൂവിനെ 9/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 32 ആഡ് ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഡിഗ്രി ഫാരൻഹീറ്റിലേക്ക് മാറ്റാൻ പറ്റും. ഡിഗ്രി ഫാരൻഹീറ്റിലേക്ക് മാറ്റാൻ പറ്റും. നമുക്ക് നോക്കാം. ഒരു -40 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിച്ചു. അപ്പോൾ എത്രയായിരിക്കാം? -40 × 9/5 + 32
ചെയ്ത് എത്ര വരിക നോക്കൂ. രസമുള്ള വാല്യൂ, അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. -40. 14 5 കൂടെ ക്യാൻസൽ ചെയ്തതിനാൽ എത്ര വരിക? ഇറ്റ് ഈസ് ഈക്വൽ ടു -8. 8 × 9 72. -72 + 32 is equal to 40 degree Fahrenheit. -40 degree Fahrenheit. രസമുള്ള വാല്യൂ. ഇവിടെ മാത്രമാണ് രണ്ടിൻ്റെയും ഈക്വൽ ആയിട്ട് മാഗ്നിറ്റ്യൂഡ് വരുന്നത്. -40 degree Celsius ഈസ് ഈക്വൽ ടു -40 degree Fahrenheit. ബാക്കി ഒരു സ്ഥലത്തും വരില്ല കേട്ടോ. ബാക്കി ഏത് നമ്പർ എടുത്ത് നോക്കിയാലും ഇവിടുത്തെ നമ്പേഴ്സ് വ്യത്യാസം ഉണ്ടാവും. ഇങ്ങനെ പറഞ്ഞാൽ ഒരു അപൂർവം കേസുകൾ ഇതൊന്ന് ഒരു എക്സാമ്പിൾ വെറുതെ കാണിച്ചു തന്നാട്ടോ, പറഞ്ഞപ്പോൾ അങ്ങോട്ട് പറഞ്ഞു മൂന്ന് മാത്രം. അടുത്തത് പാസ്കൽ ഈസ് എ യൂണിറ്റ് ഓഫ്. പാസ്കൽ എന്ന് പറഞ്ഞാൽ ഏതിന്റെ യൂണിറ്റ് ആണ്? പാസ്കൽ ഈസ് എ യൂണിറ്റ് ഓഫ് പ്രഷർ. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. ഡെൻസിറ്റിയുടെ യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ബൈ വോളിയം ആണ്. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, വോളിയത്തിന്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ്. അപ്പോൾ കിലോഗ്രാം ബൈ മീറ്റർ ക്യൂബ്, അതാണ് കിലോഗ്രാം മീറ്റർ ക്യൂബ്. കിലോഗ്രാം ബൈ മീറ്റർ ക്യൂബ്, അതായത് കിലോഗ്രാം m⁻³ വെയിറ്റിന്റെ യൂണിറ്റ് എന്തായിരിക്കാം? ഇറ്റ് ഈസ് മാസിന്റെ യൂണിറ്റ്. വെയിറ്റിന്റെ യൂണിറ്റ് കിലോഗ്രാം. വെയിറ്റിന്റെ യൂണിറ്റ് മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം. ശരിക്കും വെയിറ്റിലേക്ക് വരുമ്പോൾ വെയിറ്റ് കൂടെ കണക്കൂട്ടുകയാണെങ്കിൽ ഫോഴ്സിന്റെ യൂണിറ്റ് തന്നെ നമ്മൾ എടുക്കാറുണ്ട്. അപ്പോൾ അതൊരു ചെറിയ കോൺട്രവേഴ്സി ഉള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, അതുകൊണ്ട് അതിലേക്ക് കൂടുതൽ പറയുന്നില്ല. നമുക്ക് ഓർത്ത് വെക്കേണ്ടത് ഇതൊക്കെയാണ്, ഓർത്ത് വയ്ക്കുക. വാട്ട് ഈസ് എ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് വാട്ടർ അറ്റ് 25 degree Celsius ആൻഡ് 1 atm പ്രഷർ? അതായത് നമുക്ക് സാധാരണ റൂം ടെമ്പറേച്ചറിൽ, നമ്മുടെ സാധാരണ ക്ലൈമറ്റിൽ വാട്ടർ എന്തായിട്ടാണ് നിൽക്കുക? ഇറ്റ് ഈസ് എക്സിസ്റ്റിംഗ് ആസ് എന്തായിരിക്കാം? ലിക്വിഡ്. അതായത് സോളിഡ് ആയിട്ട് ഉണ്ടാകുന്നത് 0 degree Celsiusലാണ്. 0 degree Celsius സോളിഡ് ആയിരിക്കും. സാധാരണ 373 കെൽവിന് മുകളിൽ, അതായത് 100 degree Celsius മുകളിലാണെങ്കിൽ ഗ്യാസ് ആയിരിക്കും. സാധാരണ റൂം ടെമ്പറേച്ചറിൽ മെയിൻ ആയിട്ടും എക്സിസ്റ്റ് ചെയ്യുന്നത് എന്ത് ഫോമിലായിരിക്കാം? ലിക്വിഡ് ഫോമിലായിരിക്കും. So, what is a physical state of water at 25 degree Celsius and 1 atm pressure? It is mainly എന്തായിരിക്കാം? ലിക്വിഡ് ഫോം ആയിരിക്കും. അടുത്ത ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്നാണ് നമുക്ക് നോക്കണ്ടേ. തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, കുറേ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, അതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ് കണ്ടുപിടിക്കണം. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഐസ് അറ്റ് 273 Kelvin ഈസ് മോർ എഫക്റ്റീവ് ഇൻ കൂളിംഗ് ദാൻ വാട്ടർ അറ്റ് സെയിം ടെമ്പറേച്ചർ. 273 കെൽവിനിൽ ഐസ് എന്ന് പറയുന്നത് ഇസ് മോർ എഫക്റ്റീവ് ഇൻ കൂളിംഗ് ദാൻ വാട്ടർ അറ്റ് സെയിം ടെമ്പറേച്ചർ. കാരണം ഐസ് എടുത്താൽ 273 കെൽവിനിൽ അതെന്തായിട്ട് മാറും? വാട്ടറായിട്ട് മാറും. വാട്ടറിന് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷന്റെ അത്രയും കൂടുതലുണ്ട് പെർ കിലോഗ്രാമിന്. അപ്പോൾ ഹൈ എനർജിയാണ്. ഇതിന് റിലേറ്റീവ്ലി ലോ എനർജിയാണ്. അറ്റ് 273 കെൽവിൻ ഐസും വാട്ടറും എടുത്താൽ ഇതിന് എനർജി കൂടുതലാണ്. കാരണം ലേറ്റന്റ് ഹീറ്റ് കൊടുത്തിട്ടാണ് ഐസ് വാട്ടറായിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് എനർജി കുറവാണ്, ടെമ്പറേച്ചർ കുറവാണ്. ഇതാണ് മോർ എഫക്റ്റീവ് ഇൻ കൂളിംഗ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ബോയിലിംഗ് വാട്ടർ പ്രൊഡ്യൂസസ് മോർ സിവിയർ ബേൺ ദാൻ സ്റ്റീം. അവിടെ സ്റ്റേറ്റ്മെന്റ് ബോയിലിംഗ് വാട്ടർ, ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വാട്ടർ ആൻഡ് എന്തായിരിക്കാം? സ്റ്റീം. ഇതിന് 373 കെൽവിനില് ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ കൂടുതലാണ് പെർ കിലോഗ്രാമിൽ. അപ്പൊ ഇതിനാണ് ഹൈ എനർജി ഉള്ളത്. ഇതിന് റിലേറ്റീവ്ലി ലോ എനർജിയാണ്. അപ്പോൾ ബേണിംഗ് ഉണ്ടാക്കാൻ ഹൈ എനർജി വേണം. അപ്പോൾ ഹൈ എനർജി ഉള്ളത് ആർക്കാണ്? സ്റ്റീമിനാണ്. അപ്പോൾ സ്റ്റീമിനാണ് ബോയിലിംഗ് വാട്ടറിനേക്കാൾ ബേണിംഗ് സെൻസേഷൻ ഉണ്ടാക്കാൻ കഴിയും. ഇവിടെ പറയുന്നത് നേരെ തിരിച്ചാ. ബോയിലിംഗ് വാട്ടർ പ്രൊഡ്യൂസസ് മോർ സിവിയർ ബേൺ ദാൻ സ്റ്റീം എന്നാ പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. Ice at 273 Kelvin is less effective in cooling than water at the same temperature. നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇതും തെറ്റാണ്. So the answer is option A. Question number 14. When water is converted to water vapor, water ആയിട്ട് മാറുമ്പോൾ ഉറപ്പായിട്ടും എനർജി കൊടുക്കണം. ഹീറ്റ് ചെയ്താലാണ്, വാട്ടറിനെ ഹീറ്റ് ചെയ്താലാണ് വാട്ടർ വേപ്പറായിട്ട് മാറുക.
അപ്പൊ ഉറപ്പായിട്ടും ഇതിന് എനർജി കൊടുക്കുമ്പോഴാണ് ഇതായിട്ട് മാറുക, വാട്ടർ വേപ്പറായിട്ട് മാറുക. അപ്പൊ ഇതിന് റിലേറ്റീവ്ലി ലോ എനർജിയാണ് ഉണ്ടാകുക, ഇതിന് റിലേറ്റീവ്ലി ഹൈ എനർജിയാണ് ഉണ്ടാകുക, ഹൈ എനർജി ഉണ്ടാകുക. അപ്പൊ എനർജി ഇൻക്രീസസ്, ശരിയല്ലേ? എനർജി ഇൻക്രീസസ്, ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. എനർജി ഡിക്രീസസ് തെറ്റാണ്. എനർജി റിലീസസ്, എനർജി റിലീസ് ചെയ്യല അതിനെ, എനർജി അബ്സോർബ് ചെയ്യുന്നതിനെ. എനർജി റിമെയിൻസ് അൺചേഞ്ച്, അതും തെറ്റാണ്. സോ വെൻ വാട്ടർ ഈസ് കൺവേർട്ടഡ് ടു വാട്ടർ വേപ്പർ എനർജി ഇൻക്രീസസ്, ആ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഇവാപ്പറേഷൻ ഈസ് എ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ്, എന്താണ് ഇവാപ്പറേഷൻ? അതായത് ഒരു സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് മെൽറ്റിംഗ് അഥവാ ഫ്യൂഷൻ. മെൽറ്റിംഗ് അഥവാ ഫ്യൂഷൻ എന്ന് പറയും. ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ്, ഇറ്റ് ഈസ് കോൾഡ് ഇവാപ്പറേഷൻ. ഇവാപ്പറേഷൻ എന്ന് പറയും ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുന്നത്. അത് അതിന്റെ ബോയിലിംഗ് പോയിന്റിലാണ് നടക്കണമെങ്കിൽ അതിനെ ബോയിലിംഗ് എന്ന് പറയും. അപ്പോൾ ഇവാപ്പറേഷൻ ഇസ് എ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് ലിക്വിഡ് ടു ഗ്യാസ്. ലിക്വിഡ് ടു ഗ്യാസ് ഈസ് എ കറക്റ്റ് ആൻസർ. അടുത്ത സോളിഡ് ടു ഗ്യാസ്, സോളിഡ് ഗ്യാസ് ആയിട്ട് മാറുന്നതിന് നമ്മൾ എന്താ വിളിക്കുക? സോളിഡ് ഗ്യാസ് ആയിട്ട് മാറുന്നതിന് സബ്ലിമേഷൻ എന്നാ പറയാ. വിത്തൗട്ട് കൺവേർട്ടിങ് ഇൻ ടു ലിക്വിഡ്, ലിക്വിഡായി മാറാതെ ഡയറക്റ്റ് മാറുന്നതിന് പറയുന്ന പേരാണ് സബ്ലിമേഷൻ എന്ന് പറയും. സോളിഡ് ടു ലിക്വിഡ്, സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുന്നതിന് പറയുന്ന പേരാണ് മെൽറ്റിംഗ് എന്ന് പറയാം, അഥവാ ഫ്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഗ്യാസ് ലിക്വിഡ് ആയിട്ട് മാറുന്നതിന് പറയുന്ന പേരാണ് കണ്ടൻസേഷൻ എന്ന് പറയും. അപ്പോൾ ഈ പറഞ്ഞേക്കുന്ന 4 കാര്യങ്ങളുടെയും സ്റ്റേറ്റ്മെന്റുകളാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ നന്നായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡ്യൂറിങ് കണ്ടൻസേഷൻ, കണ്ടൻസേഷൻ എന്തായിരിക്കും സംഭവിക്കുക? കണ്ടൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഗ്യാസ് ലിക്വിഡ് ആയിട്ട് മാറുന്നതിനാണ് എന്ത് പേര് പറയുക? കണ്ടൻസേഷൻ എന്ന് പറയാം. ഗ്യാസ് ലിക്വിഡ് ആയിട്ട് മാറുമ്പോൾ ഹീറ്റ് എനർജി റിലീസ് ചെയ്യും, അതായത് ഹീറ്റ് എനർജി ഡിക്രീസ് ചെയ്യും, എനർജി ഡിക്രീസ് ചെയ്യും, എനർജി ഡിക്രീസ് ചെയ്യും അഥവാ ഹീറ്റ് ഡിക്രീസ് ചെയ്യും. അപ്പോഴാണ് കണ്ടൻസേഷൻ നടക്കുക. കാരണം തണുപ്പിക്കുമ്പോഴാണ്, നമുക്കറിയാലോ, അതായത് വാട്ടർ വേപ്പറിനെ തണുപ്പിക്കുമ്പോഴാണ് വാട്ടറായിട്ട് മാറുക. അങ്ങനെയാണ് മഴയുണ്ടാകുന്നത്. മഴയുണ്ടാകുന്ന വേപ്പേഴ്സ് തണുത്ത് കണ്ടൻസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? അവിടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അതിനാണ് മഴയുണ്ടാകുകയാണ്. അപ്പോൾ എനർജി ഡിക്രീസസ്, എനർജി ഡിക്രീസസ് പറഞ്ഞാൽ ശരിയാ. എനർജി ഇൻക്രീസസ്, എനർജി ഇൻക്രീസസ്. അപ്പൊ നിങ്ങളുടെ കാര്യം തെറ്റാ. ഗ്യാസ് കൺവേർട്ട് ടു ലിക്വിഡ്, അപ്പൊ അതും ശരിയാ, ഗ്യാസ് കൺവേർട്ട് ടു ലിക്വിഡ്. അപ്പൊ എയും സിയും ശരിയാണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ബോത്ത് എ ആൻഡ് സി. എയും സിയും ആണ് കറക്റ്റ്. എ ആൻഡ് സി ഈസ് എ കറക്റ്റ് ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 17ാമത്തെ ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് കൺവേർഷൻ ഓഫ് സോളിഡ് ടു ഗ്യാസ് ഈസ് കോൾഡ്, വിത്തൗട്ട് കൺവേർട്ടിംഗ് ഇൻ ടു ലിക്വിഡ് ഈസ് കോൾഡ് എന്താണ്? സബ്ലിമേഷൻ. നമുക്ക് നോക്കാം ഇവാപ്പറേഷൻ എന്താണ്. ഒരു ലിക്വിഡ് അത് വെപ്പറൈസ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇവാപ്പറേഷൻ എന്ന് പറയും. കണ്ടൻസേഷൻ എന്ന് പറഞ്ഞത് ഗ്യാസ് എന്തായിട്ട് മാറുന്നു? ലിക്വിഡ് ആയിട്ട് മാറുന്നതിനാണ് കണ്ടൻസേഷൻ എന്ന് പറയുക. ഒരു ലിക്വിഡ് അതിൻ്റെ ബോയിലിംഗ് പോയിന്റിൽ വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ടും അതിൻ്റെ വെപ്പേഴ്സ് ആയിട്ട് മാറുന്നതിനാണ് ബോയിലിംഗ് എന്ന് പറയുക. അപ്പോൾ ഈ പറഞ്ഞ ചോദ്യത്തിന് ആൻസർ ഡയറക്റ്റ് കൺവേർഷൻ ഓഫ് സോളിഡ് ടു ഗ്യാസ് ഈസ് കോൾഡ് സബ്ലിമേഷൻ. സബ്ലിം ചെയ്യുന്ന സാധനങ്ങൾ ആരൊക്കെയാന്ന് വെച്ചാൽ അയോഡിൻ, അയോഡിൻ, അമോണിയം ക്ലോറൈഡ്, ബെൻസോയിക് ആസിഡ്, ബെൻസോയിക് ആസിഡ്, ഡ്രൈ ഐസ് എന്ന് പറഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ്, സോളിഡ് കാർബൺ ഡയോക്സൈഡ്. സോളിഡ് കാർബൺ ഡയോക്സൈഡിനാണ് ഡ്രൈ ഐസ് എന്ന് വിളിക്കുക. അയോഡിൻ, നാഫ്തലിൻ. നാഫ്തലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറ്റ ഗുളിക, വെളുത്ത പാറ്റ വരാണ്ട് അലമാരിലൊക്കെ ഇടുന്ന സാധനം പാറ്റ ഗുളിക, നാഫ്തലിൻ. കാംഫർ, കാംഫർ. ഈ സാധനങ്ങളെല്ലാം സബ്ലൈം ചെയ്യുന്ന ആൾക്കാരാ. അയോഡിൻ, അമോണിയം ക്ലോറൈഡ്, ബെൻസോയിക് ആസിഡ്, ഡ്രൈ ഐസ്, നാഫ്തലിൻ, കാംഫർ. ഈ പറയുന്ന കെമിക്കൽസ് എല്ലാം ഡയറക്റ്റ് സോളിഡിൽ നിന്ന് ലിക്വിഡ് ആകാതെ ഗ്യാസ് ആയിട്ട് മാറും. ഡയറക്റ്റ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് സോളിഡ് വേപ്പേഴ്സ് ആയിട്ട് മാറും. അതിനൊക്കെ കൂടുതൽ കൂടുതൽ തിയറീസ് ഉണ്ട്. അതെല്ലാം ഹയർ ക്ലാസ്സസിലാണ് നമ്മൾ പഠിക്കുക, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട്. തൽക്കാലം ഇത് എന്തൊക്കെയാണ്, എന്താണ് പ്രോസസ്സ്, ആരൊക്കെ ഇങ്ങനെ നടത്തും എന്നുള്ളതെല്ലാം വൃത്തിയായിട്ട് അറിഞ്ഞിരിക്കുക. അപ്പോഴേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റൂ. അടുത്തത്,
ഇഫ് ദ സർഫസ് ഏരിയ ഈസ് ഇൻക്രീസ് റേറ്റ് ഓഫ് ഇവാപറേഷൻ, അതായത് നമ്മൾ കുറച്ച് വെള്ളം എടുക്കുക, ഒരു ചെറിയ പാത്രത്തിൽ വെച്ചിട്ട് ഫാനിൻ്റെ അടിയിൽ വെക്കുക, ഒരു പരന്ന പാത്രത്തിൽ വെച്ചിട്ട് ഫാനിൻ്റെ അടിയിൽ വെക്കുക. പരന്ന പാത്രത്തിലാവുമ്പോൾ കൂടുതൽ ഇവാപറേഷൻ നടക്കും. കാരണം പരന്ന പാത്രത്തിലാവുമ്പോൾ കൂടുതൽ സർഫസ് ഏരിയ ഉണ്ട്. ചെറിയ പാത്രത്തിലാകുമ്പോൾ സർഫസ് ഏരിയ കുറവായിരിക്കും. ഒരേ എമൗണ്ട് ഓഫ് വാട്ടർ കുറച്ച് പാത്രത്തിൽ വയ്ക്കുക, കുറച്ച് നിലത്തൊഴിച്ച് വെക്കുക. നിലത്തൊഴിക്കുന്ന പെട്ടെന്ന് ഇവാപറേറ്റ് ചെയ്യും. കാരണം സർഫസ് ഏരിയ കൂടുതലാണ്. സർഫസ് ഏരിയ കൂടുതലാകുമ്പോൾ കൂടുതൽ സർഫസ് എക്സ്പോസ് ചെയ്യും പുറത്തേക്ക്. അപ്പോൾ ആ മോളിക്യൂൾസിനെ എസ്കേപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇവാപറേഷൻ കൂടുതലായിട്ട് നടക്കും. ഇവാപറേഷൻ ഇസ് എ സർഫസ് ഫിനോമിന, സർഫസിൽ നടക്കുന്ന ഫിനോമിന. അതുകൊണ്ട് ആ സർഫസ് ഏരിയ ഇൻക്രീസ്, സർഫസ് ഏരിയ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? റേറ്റ് ഓഫ് ഇവാപറേഷൻ ഇൻക്രീസസ്, കൂടും. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇവാപറേഷൻ കൂടും. കാരണം തണുപ്പ് കാലഘട്ടത്തിൽ അത്രയും, തണുത്ത ക്ലൈമറ്റിൽ അത്രയും ഇവാപറേഷൻ നടക്കില്ല. ചൂട് ക്ലൈമറ്റിലാണെങ്കിൽ നന്നായി എന്ത് ചെയ്യും? ഇവാപറേഷൻ നടക്കും. ഇനി ഹ്യൂമിഡിറ്റി കൂടിയാൽ മഴക്കാലത്ത് ഇവാപറേഷൻ കുറവായിരിക്കും, ഹ്യൂമിഡിറ്റി. അപ്പോൾ ഓരോരോ കണ്ടീഷനിലാണ് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ നമുക്ക് നോക്കാം എന്തായിരിക്കും? ഇഫ് ദ സർഫസ് ഏരിയ ഈസ് ഇൻക്രീസ് റേറ്റ് ഓഫ് ഇവാപറേഷൻ ഇൻക്രീസസ്. ഓർത്ത് വയ്ക്കുക. The amount of water vapor present in the air is called humidity. അതാ ഡെഫിനേഷൻ അങ്ങനെ തന്നെയാണ്. ഹ്യൂമിഡിറ്റി ഈസ് എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ പ്രസന്റ് ഇൻ ദ എയർ. എയറിനുള്ളിൽ ഉള്ളത് വാട്ടർ വേപ്പർ എവിടെയാണോ ഉള്ളത് ആ വാട്ടർ വേപ്പറിന്റെ കണ്ടന്റിന് പറയുന്ന പേരാണ് ഹ്യൂമിഡിറ്റി. കടൽ തീരത്തൊക്കെ പോയാൽ ഹ്യൂമിഡിറ്റി വളരെ കൂടുതലാണ്. മരങ്ങളുള്ള സ്ഥലത്ത് പോയാൽ ഹ്യൂമിഡിറ്റി വളരെ കൂടുതലാണ്. ഹ്യൂമിഡിറ്റി ഉള്ള സ്ഥലത്ത് നമുക്ക് സ്വെറ്റിങ് വളരെ കൂടുതലായിരിക്കും ചൂടുള്ളപ്പോൾ. അപ്പോൾ ഹ്യൂമിഡിറ്റി ഈസ് എ കണ്ടന്റ് ഓഫ് എയർ, കണ്ടന്റ് ഓഫ് വാട്ടർ വേപ്പർ ഇൻ എയർ. എയറിലുള്ള വാട്ടർ വേപ്പറിന്റെ കണ്ടന്റ് പറയുന്ന പേരാണ് ഹ്യൂമിഡിറ്റി. ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ വാട്ടർ കണ്ടന്റ് ഇൻ ദ എയർ. എയറിലുള്ള വാട്ടർ കണ്ടന്റ് പറയുന്ന പേരാണ് ഹ്യൂമിഡിറ്റി. സബ്ലിമേഷൻ, കണ്ടൻസേഷൻ എന്നൊക്കെ പറഞ്ഞാൽ വിസ്കോസിറ്റി എന്നൊക്കെ പറഞ്ഞാൽ, വിസ്കോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോ ചെയ്യാനുള്ള റെസിസ്റ്റൻസ്, ഫ്ലോ ചെയ്യാനുള്ള തടസ്സം. ലിക്വിഡ്സിന് ഫ്ലോ ചെയ്യാനുള്ള തടസ്സത്തിനാണ് വിസ്കോസിറ്റി എന്ന് പറയുക. ഇപ്പം നമ്മൾ വെള്ളം നിലത്തേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒഴുകും. കമ്പയർ ടു ഹണി, നമ്മൾ തേൻ ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ പതുക്കെ ഒഴുകുള്ളൂ. അപ്പോൾ ഹണിക്ക് വിസ്കോസിറ്റി കൂടുതലാന്ന് പറയും, വെള്ളത്തിന് വിസ്കോസിറ്റി കുറവാന്ന് പറയും. ഫ്ലോ ചെയ്യുന്നതിനുള്ള റെസിസ്റ്റീവ് പവർ, അതിനാണ് എന്ത് പേര് പറയുക? വിസ്കോസിറ്റി എന്ന് പറയുക. സബ്ലിമേഷൻ, കണ്ടൻസേഷൻ നമ്മൾ കേട്ട് മറന്ന ടൈമുകളാണ്, ഇഷ്ടംപോലെ കേട്ടതാണ്, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ് ഈസ്, അതായത് ഐസ് എപ്പോഴാണ് മെൽറ്റ് ചെയ്യുക? മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ് ഈസ് എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ്. അത് ഓപ്ഷനിലില്ല. പിന്നെ ഉള്ളത് 273.15 കെൽവിൻ. കാരണം 273, 0 ഡിഗ്രി സെൽഷ്യസിനോട് എത്രയ്ക്കും 273 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 273 കെൽവിൻ കിട്ടും. അതാണ് കൊടുത്തേക്കുന്നത്. കറക്റ്റ് വാല്യൂ ആണ് 273.15. ഇതിന് നിങ്ങളെ പറ്റിക്കാനാണ് 0 കെൽവിൻ കൊടുത്തേക്കുന്നത്. 0 കെൽവിൻ അല്ല, 0 ഡിഗ്രി സെൽഷ്യസ്. 273.15 ഡിഗ്രി സെൽഷ്യസ് അല്ല, 273.15 കെൽവിൻ ആണ്. ഇങ്ങനെയൊക്കെയാണ് ഓപ്ഷൻസ് പറ്റിക്കാൻ വേണ്ടി പലതും കൊടുക്കും. അപ്പോൾ അതിലൊന്നും നിങ്ങൾ വീടരുത്. മെൽറ്റിംഗ് പോയിന്റ് അതാണ്. ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഈസ് 100 ഡിഗ്രി സെൽഷ്യസ്. ഈസ് 100 ഡിഗ്രി സെൽഷ്യസ് അഥവാ 273.15 കെൽവിൻ. ഈ മെൽറ്റിംഗ് പോയിന്റ് തന്നെയാണ് ഫ്രീസിംഗ് നടക്കുക. ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഈസ് എത്രയാണ്? ഫ്രീസ് ചെയ്യുന്നത് ആരാണ്? വാട്ടറാണ്. ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഈസ് 273.15 കെൽവിൻ അഥവാ 0 ഡിഗ്രി സെൽഷ്യസ്. അടുത്ത, വിച്ച് എമംഗ് ദ ഫോളോയിങ് അണ്ടർഗോ സബ്ലിമേഷൻ? സബ്ലിമേഷന് പറ്റുന്ന ആരാണ്? സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ് സബ്ലൈം ചെയ്യില്ല. അമോണിയം ക്ലോറൈഡ് സബ്ലൈം ചെയ്യും. സാൻഡ്, മണല് സബ്ലൈം ചെയ്യില്ല. ഷുഗർ സബ്ലൈം ചെയ്യില്ല. അപ്പോൾ ഇതിൽ സബ്ലൈം ചെയ്യുന്ന ആരാണ്? അമോണിയം ക്ലോറൈഡാണ്. നമ്മളൊരു ആക്ടിവിറ്റി പഠിക്കാണ്ട് എൻ്റെ അടുത്ത് വൃത്തിയായിട്ട് അമോണിയം ക്ലോറൈഡിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സോഡിയം ക്ലോറൈഡ് ഉപ്പെടുത്ത് നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് അത് വേപ്പറായിട്ട് മാറില്ല. അപ്പോൾ അതിന് സബ്ലൈം ചെയ്യാൻ പറ്റില്ല. മണൽത്തരികൾ എടുത്ത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേപ്പറായിട്ട് മാറില്ല. അപ്പോൾ അതിനെ സബ്ലൈം ചെയ്യാൻ കഴിയില്ല. സബ്ലിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ് ഡയറക്റ്റായിട്ട് സബ്ലിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആയിട്ട് മാറുന്ന പ്രോസസ്സിനാണ് എന്ത് പേര് പറയുക? സബ്ലിമേഷൻ എന്ന് പറയുക. നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്താണ്. എക്സ്പെരിമെന്റ് ചെയ്ത് എന്താണ്? ഒരു ചൈന ഡിഷിൽ നമ്മൾ അമോണിയം ക്ലോറൈഡ് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു ഫണൽ ഇൻവേർട്ടഡ് ആയിട്ട് വെച്ചു. എന്നിട്ട് കോട്ടൺ വെച്ച് അടച്ചു. നമ്മൾ എന്ത് ചെയ്തു? ഹീറ്റ് ചെയ്തു.
ഹീറ്റ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? അത് മുഴുവൻ എന്ത് ചെയ്തു? സബ്ലൈം ചെയ്ത് അതിൻ്റെ വേപ്പേഴ്സ് ഉണ്ടായി. ഈ സർഫസിൽ വന്ന് തണുത്തപ്പോൾ അത് പറ്റിപ്പിടിച്ചു. അങ്ങനെ നമുക്ക് അവരെ പ്യൂരിഫൈ ചെയ്യാം, സെപ്പറേറ്റ് ചെയ്യാം, ഇതൊക്കെ ചെയ്യാൻ നമ്മൾ പറഞ്ഞു. അതേപോലെ ചെയ്യുന്ന മറ്റൊരാളാണ് ഡ്രൈയേഴ്സ്, നാഫ്തലിൻ, കാംഫർ. ഇവരെല്ലാം സബ്ലൈം ചെയ്യുന്ന ആൾക്കാരാണ്. പറ്റ ഗുളിക, അതാണ് നാഫ്തലിൻ. കാംഫർ എന്ന് പറഞ്ഞാൽ കർപ്പൂരം. അടുത്ത ഡ്രൈ ഐസീസ്. ഡ്രൈ ഐസീസ് സോളിഡ് കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡിന്റെ മോളിക്കുലർ ഫോർമുല കാർബൺ ഡയോക്സൈഡ്. ആ പേരിൽ നിന്ന് തന്നെ അറിയാം, കാർബൺ ഉണ്ട്, ഡയോക്സൈഡ് 2 ഓക്സിജൻ ഉണ്ട്. കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് എന്നാൽ CO2 ആണ്. CO എന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് ആണ്. കാർബൺ മോണോക്സൈഡ് ആണ്. കംപ്ലീറ്റ് കമ്പസ്റ്റിലൂടെയാണ് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുക. ഏതൊരു ഫ്യൂവലും, കാർബൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഫ്യൂവലും കംപ്ലീറ്റ് കമ്പസ്റ്റിൻ നന്നായി എയറിന്റെ പ്രസൻസിൽ നന്നായി ബേൺ ചെയ്താൽ ഉണ്ടാകുന്നതാണ് കാർബൺ ഡയോക്സൈഡ്. ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റ് ആണ് കാർബൺ മോണോക്സൈഡിനെ ഉണ്ടാക്കുക. ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റിലൂടെ എപ്പോഴും കാർബൺ മോണോക്സൈഡ് ആണ് ഉണ്ടാകുക. ആ ഉണ്ടാകുന്ന കാർബൺ മോണോക്സൈഡ് പോയിസണസ് ആണ്. അത് നമ്മൾ ബ്രീത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈവൻ ഡെത്ത് പോലും സംഭവിക്കാം. അത്രയും പോയിസണസ് ആയിട്ടുള്ള സാധനമാണ് കാർബൺ മോണോക്സൈഡ്. ഗ്ലോബൽ വാർമിങ്, നമ്മുടെ ചുറ്റുപാടും ഉണ്ടാകുന്ന ടെമ്പറേച്ചർ കൂടുന്ന പ്രോസസ്സ്, ഗ്ലോബൽ വാർമിങ് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് പൊല്യൂഷൻ, ഒരു പൊല്യൂഷനാണ്. അപ്പോൾ ഗ്ലോബൽ വാർമിങ്ങിന്, നമ്മുടെ ചുറ്റുപാടുള്ള ടെമ്പറേച്ചർ കൂടുന്ന ആ പ്രോസസ്സിന് കാരണമായതാണ് കാർബൺ ഡയോക്സൈഡ്. നമ്മൾ ഈ ഫ്യൂവൽസ് എല്ലാം ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മൾ വെറുതെ ബേൺ ചെയ്യുന്നു, ഇൻഡസ്ട്രീസിൽ വരുന്നു, അതെല്ലാം കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വരുന്നു. കാർബൺ ഡയോക്സൈഡിൻ്റെ എമൗണ്ട് കൂടുന്തോറും അവിടെ ഗ്ലോബൽ വാർമിങ് ടെമ്പറേച്ചർ കൂടി വരും. അത് ഐസ് മെൽറ്റ് ചെയ്യാനൊക്കെ കാരണമാകും. അപ്പോൾ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാധനം തന്നെയാണ് കാർബൺ ഡയോക്സൈഡ്. പക്ഷെ പോയിസണസ് എന്ന് പറയാൻ പറ്റില്ല. പോയിസണസ് പറഞ്ഞാൽ ആരാണ്? കാർബൺ മോണോക്സൈഡിന്. കാർബൺ ബേൺ ചെയ്താൽ 2 തരം ഓക്സൈഡുകളുണ്ട്. കാർബൺ മോണോക്സൈഡ് ഉണ്ട്, കാർബൺ ഡയോക്സൈഡ് ഉണ്ട്. കാർബൺ മോണോക്സൈഡ് ഈസ് എ പോയിസണസ് സബ്സ്റ്റൻസ്, whereas carbon dioxide is not a poisonous but it is a pollution causing factor. അതായത് ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകും എന്നാണ് പറയുക. ഡ്രൈ ഐസ് ഈസ് സോളിഡ്. എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഹൈഡ്രജൻ, സംതിങ് ലൈക്ക് ദാറ്റ്. The minimum temperature at which a solid melt to become a liquid. Minimum temperature at which a solid melt to become a liquid at atmospheric pressure is called എന്തായിരിക്കും വിളിക്കുക? മിനിമം ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ സോളിഡ് മെൽറ്റ്. സോളിഡ് മെൽറ്റ് ചെയ്യുന്നു ടു ബിക്കം എ ലിക്വിഡ് അറ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. മിനിമം ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ സോളിഡ് മെൽറ്റ് ടു ബിക്കം എ ലിക്വിഡ് അറ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് കോൾഡ്. അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ സോളിഡ് മെൽറ്റ് ചെയ്ത് ലിക്വിഡായിട്ട് മാറുന്നു. അതിന് പറയുന്ന പേരാണ് ഇത് പറയുക മെൽറ്റിംഗ് പോയിന്റ്. സോളിഡ് മെൽറ്റ് ചെയ്ത് ലിക്വിഡായിട്ട് മാറും. എവിടെയാണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എത്രയാണ്? 180 എന്ന് പറയും. ആ പ്രഷറിൽ ഇവർ മെൽറ്റ് ചെയ്ത് ലിക്വിഡായിട്ട് മാറും. ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം? ഇറ്റ്സ് എ ലിക്വിഡ് ബിക്കം എന്തായിട്ട് മാറും? ഇറ്റ് ഈസ് വേപ്പർ at 180 and at its boiling point. ലിക്വിഡ് അതിൻ്റെ വേപ്പറായിട്ട് മാറുക ചെയ്യും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മിനിമം ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ സോളിഡ് മെൽറ്റ് ടു ബിക്കം എ ലിക്വിഡ് അറ്റ് ഇറ്റ്സ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് കോൾഡ് ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്. ഇതിനെ വിളിക്കുന്ന പേരാണ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് വിളിക്കും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മോസ്റ്റ് കംപ്രസിബിൾ. കംപ്രസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രഷർ അപ്ലൈ ചെയ്ത് അതിനെ കംപ്രസ് ചെയ്യാൻ കഴിയുന്നവരാരാണോ അവരെ വിളിക്കുന്നവരാണ് കംപ്രസിബിൾ. ഗ്യാസസിന് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കംപ്രസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഗ്യാസിന് പ്രഷർ അപ്ലൈ ചെയ്ത് കംപ്രസ് ചെയ്യാനായിട്ട് പറ്റും. ഗ്യാസസ് ക്യാൻ ബി കംപ്രസ്ഡ്. ഗ്യാസസിനെ നമുക്ക് കംപ്രസ് ചെയ്യാനായിട്ട് പറ്റും. ഗ്യാസസ് ആർ ഹൈലി കംപ്രസിബിൾ. ബട്ട് സോളിഡ്സ് ആർ നോട്ട് കംപ്രസിബിൾസ്. സോളിഡിനെ ഒട്ടും കംപ്രസ് ചെയ്യാൻ പറ്റില്ല. ഫോഴ്സ് കൊടുത്ത് നമുക്കതിനെ ചുരുക്കാൻ പറ്റില്ല, ചെറുതാക്കാൻ പറ്റില്ല, വോളിയം കുറയ്ക്കാൻ പറ്റില്ല. ഗ്യാസസ് ആർ ഹൈലി കംപ്രസിബിൾ. ലിക്വിഡ്സ് ആർ ഇൻ ബിറ്റ്വീൻ. വളരെ ചെറിയ രീതിയിലാണെങ്കിൽ പോലും ചെറുതായിട്ട് കംപ്രസ് ചെയ്യാൻ പറ്റും. ഇൻകംപ്രസിബിൾ എന്ന് പറയാൻ പറ്റില്ല. സോ സോളിഡ്സ് ആർ ഇൻകംപ്രസിബിൾ. സോളിഡ്സ് ആർ ഇൻകംപ്രസിബിൾ. Liquids are slightly compressible, but gases are highly compressible. ഗ്യാസിനെ കംപ്രസ് ചെയ്യാൻ പറ്റും,
അതിനെ ഗ്യാസിനെ കംപ്രസ് ചെയ്ത് ടെമ്പറേച്ചർ കുറച്ച് കൊണ്ടുവരികയാണെങ്കിൽ അതിനെ ലിക്വിഡ് ആക്കി മാറ്റാൻ പറ്റും. അതിന് പറയുന്ന ലിക്വിഫാക്ഷൻ എന്ന് പറയും. അപ്പോൾ ഐസിനെ നമുക്ക് അത്ര കംപ്രസ് ചെയ്യാൻ പറ്റില്ല. ദ ഫോളോയിങ് ഈസ് മോസ്റ്റ് കംപ്രസിബിൾ എന്ന് വെച്ചാൽ വാട്ടറിനെയും അത്ര കംപ്രസ് ചെയ്യാൻ പറ്റില്ല. അയൺ ഈസ് എ സോളിഡ്. അയൺ ഒരു സോളിഡാണ്. ഐസ് ഒരു സോളിഡാണ്. വാട്ടർ ഈസ് എ ലിക്വിഡ്. എയർ ഈസ് ഗ്യാസ്, മിക്സ്ചർ ഓഫ് ഗ്യാസസ്. സോ എയർ ഈസ് ഹൈലി കംപ്രസിബിൾ. ഹൈലി കംപ്രസ് ചെയ്യാൻ പറ്റും. അതിനെ കംപ്രസ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. കംപ്രസ് ചെയ്ത് അതിനെ ടെമ്പറേച്ചർ കുറച്ച് കൊണ്ടുവരികയാണെങ്കിൽ അതിനെ ലിക്വിഡ് ആക്കി മാറ്റാൻ പറ്റും. അങ്ങനെ നമുക്ക് ലിക്വിഡ് ആയിട്ടുള്ള നൈട്രജനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം, ഓക്സിജനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം, അങ്ങനെയൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. എയറിൽ നിന്നാണ് നമുക്ക് ഈ പറഞ്ഞ ലിക്വിഡ്സിനെ എല്ലാം ലിക്വിഡ് ആയിട്ടുള്ള ഫോമിലേക്ക് നമുക്ക് ഇവരെല്ലാം മാറ്റാൻ പറ്റും. അവർക്കെല്ലാം പല പല ആവശ്യങ്ങളുണ്ട്. സയൻസിന് ആവശ്യമുണ്ട്, ഇൻഡസ്ട്രിയിലെ ആവശ്യമുണ്ട്, പല പല ആവശ്യങ്ങളുള്ള സാധനമാണ് എയറിൽ നിന്ന്. എയറിലെ മേജർ കമ്പൗണ്ട് എന്ന് പറയുന്നത് 78% നൈട്രജനാണ്, 21% ഓക്സിജനാണ്. ഇവരൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത്ര എളുപ്പമല്ല. നല്ല ടെമ്പറേച്ചർ കുറയ്ക്കണം, ഹൈ പ്രഷർ കൊടുക്കണം. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ ലിക്വിഡാക്കി മാറ്റിയെടുക്കാൻ പറ്റും. അവർക്കെല്ലാം ഓരോരോ പർപ്പസുകളുണ്ട്. അടുത്ത ഡാഷ് ഈസ് എ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു ചേഞ്ച് 1 kilogram ഓഫ് സോളിഡ് ഇൻ ടു ലിക്വിഡ് അറ്റ് മെൽറ്റിംഗ് പോയിന്റ്. സോളിഡിനെ ലിക്വിഡാക്കി മാറ്റാൻ, 1 kilo സോളിഡിനെ ലിക്വിഡ് ആക്കി മാറ്റാൻ വേണ്ട മെൽറ്റിംഗ് പോയിന്റിൽ അതിന് വേണ്ട ഹീറ്റ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. 1 kilogram ലിക്വിഡിനെ അതിൻ്റെ വേപ്പറാക്കി ബോയിലിംഗ് പോയിന്റിൽ വെച്ചിട്ട് അതിൻ്റെ വേപ്പറാക്കി മാറ്റാൻ വേണ്ട ഹീറ്റിന് പറയുന്ന പേരാണ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഇവാപ്പറേഷൻ എന്ന് പറയും. ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ കെമിസ്ട്രിയിലെ ഒരു ക്വാണ്ടിറ്റിയാണ്. 1 mole എന്ന് പറയും. 1 മോളിന് വേണ്ട ഹീറ്റിന് പറയുന്ന പേരാണ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഹീറ്റ് ഓഫ് ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ 1 മോളിന്, 1 കിലോഗ്രാമിനല്ല, 1 mole എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിയാണ്. 1 mole എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പേര് പറയുക, ഇറ്റ് ഈസ് കോൾഡ് ഹീറ്റ് ഓഫ്, അല്ലെങ്കിൽ എൻതാൽപ്പി എന്നൊക്കെ പഠിക്കും. ഹയർ ക്ലാസ്സസിൽ പഠിക്കുന്ന ടൈമാണ്, വെറുതെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സോ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ അഥവാ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ എന്നൊക്കെ നമ്മൾ പഠിക്കും. അത് 11th 12th എത്തുമ്പോഴാണ് പഠിക്കുക. അപ്പോൾ ലേറ്റന്റ് ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോഗ്രാമിന് വേണ്ടത്. ചില ബുക്കുകളിലത് 1 ഗ്രാമിന് വേണ്ടതെന്നും കൂടി കൊടുക്കാറുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 1 കിലോഗ്രാമിന് കൊടുത്തിട്ട് അതുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ജൂൾ പെർ കിലോഗ്രാം ആണ് യൂണിറ്റ് പറയുക. ജൂളാണ് എനർജിയുടെ യൂണിറ്റ്. ജൂൾ പെർ കിലോഗ്രാമിലാണ് പറയുക. അപ്പോൾ അതാണ് അതിൻ്റെ യൂണിറ്റ്. ഇനി ഇവിടെയാണെങ്കിൽ പെർ ഗ്രാമിന് വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ അത് ജൂൾ പെർ ഗ്രാം എന്ന് നമ്മൾ പറയുക. അത് യൂണിറ്റ് കണ്ടാൽ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ പൊതുവേ പറയുന്നത് എന്ത് യൂണിറ്റിലാണ് പറയുക? ഇറ്റ് ഈസ് ജൂൾ പെർ കിലോഗ്രാം. 1 കിലോഗ്രാമിന് ഇത്ര ജൂൾ വേണം, അല്ലെങ്കിൽ കിലോ ജൂൾ പെർ കിലോഗ്രാം എന്നാണ് പറയുക. അത് ഗ്രാമിലാണ് പറയണമെങ്കിൽ അത് ഗ്രാമിൽ നമുക്ക് ഉപയോഗിക്കാം, തെറ്റൊന്നുമില്ല. പക്ഷേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കിലോഗ്രാമിൻ്റെ ബേസിസിലാണ് കൊടുത്തേക്കണേ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. അടുത്ത ദ സ്റ്റേറ്റ് ഓഫ് മാറ്റർ വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ബൈ ചേഞ്ചിങ്. മാറ്ററിൻ്റെ സ്റ്റേറ്റ് നമുക്ക് എങ്ങനെയൊക്കെ കൺവേർട്ട് ചെയ്യാം? ടെമ്പറേച്ചർ മാറ്റിയാൽ, തണുപ്പിച്ചാൽ ഗ്യാസ് ലിക്വിഡാകും, ലിക്വിഡ് സോളിഡാകും. ചൂടാക്കിയാൽ സോളിഡ് ലിക്വിഡാകും, ലിക്വിഡ് വേപ്പറാകും, ഗ്യാസ് ആകും. പ്രഷർ കൂട്ടിയാൽ എന്ത് ചെയ്യും? അടുത്തടുത്ത് വരും പാർട്ടിക്കിൾസ്. അപ്പം നമുക്കതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് മാറ്റാം. അപ്പോൾ പ്രഷർ വെച്ചിട്ടും പറ്റും, ടെമ്പറേച്ചർ പറ്റും. അപ്പോൾ A or B മാറ്റർ state of matter can be changed by changing either temperature or pressure or both. രണ്ടും കൂടി ചെയ്താലും നടക്കും. none of these. ആൻസർ തെറ്റാണ്. അപ്പോൾ ഇതിൽ മോർ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ A or B എന്ന് പറഞ്ഞാണ്. അടുത്ത റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ സർഫസ് ഏരിയ കൂടുമ്പോൾ ഇവാപ്പറേഷൻ്റെ റേറ്റ് കൂടും. കാരണം കൂടുതൽ സർഫസ് വരുമ്പോൾ കൂടുതൽ മോളിക്യൂൾസ് സർഫസിലേക്ക് എക്സ്പോസ്ഡ് ആവും, കൂടുതൽ ഇവാപ്പറേഷൻ നടക്കും. ഇനി ടെമ്പറേച്ചർ കൂടുമ്പോൾ സർഫസ് ഏരിയ കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ കൂടുതൽ ഹീറ്റ് കിട്ടും. കൂടുതൽ ഹീറ്റ് കിട്ടുമ്പോൾ കൂടുതൽ ഇവാപ്പറേഷൻ നടക്കും. ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ വാട്ടർ കണ്ടന്റ് കൂടുകയാണ്. എന്താ കൂടുന്നത്? ഹ്യൂമിഡിറ്റി കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി അതിൻ്റെ അകത്ത് എയറിലെ വാട്ടർ കണ്ടന്റ് കൂടുക. അപ്പോൾ ഇവാപ്പറേഷൻ നടക്കാനുള്ള റേറ്റ് കുറയും. റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ ഡിക്രീസസ്.
വിൻഡ് സ്പീഡ്, കൂടുതൽ കാറ്റടിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? വിൻഡ് സ്പീഡ് കൂടുന്തോറും ഇവാപ്പറേഷന്റെ റേറ്റ് കൂടും. കാരണം നമുക്കറിയാം, അതായത് കാറ്റുള്ള സ്ഥലത്ത് നമ്മൾ എന്ത് വയ്ക്കുക? തുണി ഉണക്കാനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ, ക്ലോത്ത്സ് ഉണക്കാനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പെട്ടെന്ന് ഉണങ്ങി കിട്ടും. കാരണം അതിൻ്റെ അകത്തെ കൂടുതൽ ഇവാപ്പറേറ്റ് ചെയ്ത് പുറത്തേക്ക് പോവും, അതിലെ വാട്ടർ കണ്ടന്റ് മുഴുവൻ പോവും. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവാപ്പറേഷന്റെ റേറ്റ് കൂടും. അപ്പൊ അതുകൊണ്ട് വിൻഡ് സ്പീഡ് കൂടിയാൽ ഇവാപ്പറേഷൻ കൂടും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ ഇൻക്രീസസ് വിത്ത് ഡിക്രീസിൻ എന്തായിരിക്കാം? ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ ഇവാപ്പറേഷൻ കുറയും. അപ്പോൾ ഹ്യൂമിഡിറ്റി കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ഇവാപ്പറേഷന്റെ റേറ്റ് കൂടും. സോ ഹ്യൂമിഡിറ്റി ഈസ് എ കറക്റ്റ് ആൻസർ. ദേ ആർ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയുകയാണെങ്കിൽ, ഒന്ന് കുറയുമ്പോൾ മറ്റൊന്ന് കൂടുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടാണ് സംഭവിക്കണമെങ്കിൽ അവർ ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ എന്ന് പറയും. ഇവരെല്ലാം ഒന്ന് കൂടുമ്പോൾ മറ്റേത് കൂടും, ഒന്ന് കുറയുമ്പോൾ മറ്റേത് കുറയും. അപ്പോൾ ദേ ആർ ഡയറക്ട്ലി പ്രപ്പോർഷണൽ എന്ന് പറയും. ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആൻഡ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. അടുത്ത ക്വസ്റ്റ്യൻ 28ാമത്തെ. ഡാഷ് ഈസ് എ സ്റ്റേറ്റ് ക്രിയേറ്റഡ് ഇൻ സ്റ്റാർസ് ബിക്കോസ് ഓഫ് വെരി ഹൈ ടെമ്പറേച്ചർ. നമുക്ക് സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്. ഇതാണ് 3 മേജർ ആയിട്ടുള്ള നമ്മുടെ ഫിസിക്കൽ സ്റ്റേറ്റുകൾ. സോളിഡ്സ്, ലിക്വിഡ്, ഗ്യാസസ്. ഇനി അതല്ലാതെ നമുക്ക് പിന്നെയും പല ഫിസിക്കൽ സ്റ്റേറ്റുകളുണ്ട്. ഒന്ന് പ്ലാസ്മ, നല്ല ഹൈ ടെമ്പറേച്ചറിൽ ഗ്യാസസ് അയനൈസ് ചെയ്ത് നിൽക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് പ്ലാസ്മ. Dash is a state created in star because of very high temperature. That is called plasma. ഇനി ഇതല്ലാതെ മറ്റ് തരം സ്റ്റേറ്റുകളുണ്ട്. ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമയോണിക് കണ്ടൻസേറ്റ്, സൂപ്പർ ഫ്ലൂയിഡിറ്റി ഉള്ളതെല്ലാം ഡിഫറെൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റ്സ് ആണെന്ന് കണ്ടുപിടിച്ച് വരുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാടും മേജറായിട്ടും സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അത് മാത്രമൊന്നുമല്ല, അതല്ലാതെയും പല ഫിസിക്കൽ സ്റ്റേറ്റ്സും ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയുക. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വലിയ ക്ലാസ്സസിൽ പോലും ഇപ്പോഴും കാര്യമായിട്ട് പഠിക്കാനില്ല. നമ്മളിപ്പോഴും പഠിക്കുന്നത് നമ്മുടെ ചുറ്റുപാടുള്ള സോളിഡ്, ലിക്വിഡ്, ഗ്യാസസിനെ കുറിച്ചിട്ട്. എന്നാലും ഇങ്ങനെയുള്ള സ്റ്റേറ്റുകൾ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ 300 Kelvin ഈസ് ഈക്വൽ ടു, നമുക്ക് കെൽവിന് നമുക്കറിയാം 0 ഡിഗ്രി സെൽഷ്യസ് ഈസ് ഈക്വൽ ടു 273 Kelvin. കാരണം 0 + 273 നമ്മൾ കുറച്ചും കണ്ടു. 25 ഡിഗ്രി സെൽഷ്യസ് ഈസ് ഈക്വൽ ടു 25 + 273 ദാറ്റ് മച്ച് കെൽവിൻ. അതായത് 298 Kelvin. 300 Kelvin is equal to how much degree Celsius? എന്തുമാത്രം ഡിഗ്രി സെൽഷ്യസ്. ഇങ്ങനെ ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റുക. ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് കെൽവിൻ ആക്കി മാറ്റാൻ 273 ആഡ് ചെയ്യണം. അപ്പോൾ കെൽവിനിൽ നിന്ന് ഡിഗ്രി സെൽഷ്യസ് ആക്കി മാറ്റാൻ 273 സബ്സ്ട്രാക്ട് ചെയ്യണം. 300 - 273 is equal to 27. So 27 degree Celsius is equal to 300 Kelvin. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 27 degree Celsius is equal to 27 + 273 that much Kelvin. That is equal to 300 Kelvin. അപ്പോൾ 27 degree Celsius. 27 degree Celsius. ഇവാപ്പറേഷൻ കോസസ്. ഇവാപ്പറേഷൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു സർഫസിൽ മോളിക്യൂൾസ് ഉണ്ട്. ഈ മോളിക്യൂൾസിന് എനർജി കിട്ടുമ്പോഴാണ് ഇവരെ ഇവാപ്പറേറ്റ് ചെയ്ത് പോവുക. എനർജി കിട്ടുമ്പോഴാണ് ഇവാപ്പറേഷൻ. നമ്മുടെ കയ്യിൽ ഇപ്പോൾ നെയിൽ പോളിഷ് എല്ലാം ഉള്ള അസറ്റോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് വെച്ച് കഴിഞ്ഞാൽ, നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഫീൽ ചെയ്യുക? തണുപ്പാ ഫീൽ ചെയ്യുക. കാരണം നമ്മൾ അത് ഉപയോഗിക്കുമ്പോൾ, അത് അപ്ലൈ ചെയ്യുമ്പോൾ അത് സർഫസിൽ വരും. അവർ ഹീറ്റിനെ അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്ത് അവർ വേപ്പേഴ്സായിട്ട് മാറും. ആ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് എവിടെ നിന്നാണ്? നമ്മുടെ സർഫസിൽ നിന്നാണ്. ആ സർഫസിൽ നിന്ന് ഹീറ്റിനെ അബ്സോർബ് ചെയ്യും. ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ അവിടെ ടെമ്പറേച്ചർ കുറയും. അതായത് കൂളിംഗ് ഒക്കേഴ്സ്. ഇവാപ്പറേഷൻ കോസസ് എന്താണ്? കൂളിംഗ്. ഇവാപ്പറേഷൻ എന്തിന് കാരണമാകും? കൂളിങ്ങിന് കാരണമാകും. ഇത്രയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനിയും നിങ്ങൾ തന്നെ വായിച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം കണ്ടുപിടിക്കണം. നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ച് നിങ്ങൾ തന്നെ ചോദിച്ചു നോക്കുക, ആൻസർ കണ്ടെത്തുക. അപ്പോഴാണ് നമുക്ക് കൂടുതൽ ചാപ്റ്ററിനെ കുറിച്ച് അറിയാൻ പറ്റുക. നന്നായിട്ട് പഠിക്കുക. ചെറിയ കാര്യമുള്ളൂ, നല്ല ചെറിയ ചാപ്റ്ററാണ്. നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.